ഇപ്പോഴത്തെ കുട്ടികൾ നല്ല അടിപൊളി ഫിഷ് പോണ്ടൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 90s കിഡ്സ് വീട്ടുകാരുടെ കയ്യും കാലം പിടിച്ച് ഒരു വിധത്തിൽ സെറ്റാക്കുന്ന ഫിഷ് പോണ്ടാണിത്. പിന്നെ അത് കുറച്ച് ഗപ്പിയെ കൊണ്ടുവന്നിട്ടു, പിന്നെ കുറച്ച് സീബ്രയുടെ പല കളറിലുള്ള ജോഡികളെ കൊണ്ടുവന്നിട്ടു, പിന്നെ കുറച്ച് വാട്ടർ പ്ലാന്റ്സ് സെറ്റ് ചെയ്തു. ഇങ്ങനെയായിരുന്നു ഇതിൻ്റെ തുടക്കം 2016 10 വർഷം മുന്നേ. അതിനു മുൻപേ കൊച്ചു ബേസിനുകളിലായിരുന്നു ഞാൻ ഗപ്പിയൊക്കെ വളർത്തിയിരുന്നത്. പിന്നെ ഇത് 2 വർഷം മുന്നേ ഞാനൊന്ന് ക്ലീൻ ആക്കിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റിലേക്ക് പോയതുകൊണ്ട് ഇതിനെ നോക്കാനോ കണ്ടെത്താനോ ഒന്നും സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ മഴ പെയ്ത് ഗപ്പീസ് എല്ലാം ഒലിച്ചുപോയി. പിന്നെ ഞാൻ ഒരു 6 മാസം മുന്നേ കുറച്ച് ഈ കാണുന്ന മോളിയെ പ്ലേറ്റിയൊക്കെ ഇട്ട് കൊടുത്തു. അത് ഒരുവിധമൊക്കെ സർവൈവ് ചെയ്തു. 4 പേരെ ഇട്ടതാണ്, ഇത്രയൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നവൻ സ്പെഷ്യലാണ്. ഇവൻ ഏതാണ്ട് ഒരു 8 വർഷമായിട്ട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിട്ട് സീബ്ര എല്ലാം കൂടെ ക്രോസ് ബ്രീഡായി പോയിട്ട് ഈ ഒരു വെറൈറ്റി ആയിട്ട് വന്നു. സാധാരണ ബ്രീഡേഴ്സിൻ്റെ ഒക്കെ അടുത്ത് ഇങ്ങനെ ഒരെണ്ണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ അന്നേരേ അവർ മറ്റുള്ള മീനുകൾക്ക് തിന്നാനിട്ട് കൊടുക്കും. പക്ഷേ ഇവൻ നമുക്ക് സ്പെഷ്യലാണ്. അങ്ങനെ നമ്മുടെ ടാങ്കെല്ലാം ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അവരതിനകത്തിലിട്ടു, അവരതുമായിട്ട് ഒന്ന് ഇണങ്ങി വന്നിട്ടുണ്ട്. ഇനിയും കുറച്ച് ഫുഡ് ഇട്ട് കൊടുക്കണം. അവരുടെ ആ ഒരു നാച്ചുറലായിട്ടുള്ള എൻവയൺമെൻറ്റിൽ മാറ്റം വന്നിട്ടുള്ളതുകൊണ്ട് കുറച്ച് ഫുഡ് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് മാത്രം ഫുഡ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് പായലും അതേപോലെ തന്നെ നാച്ചുറലായിട്ട് ഫുഡും ഉണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.